Dear students, welcome all of you to the second class of real analysis. Okay, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു തിയറം പ്രൂവ് ചെയ്തു. 2.12 തിയറാണ്. അടുത്തത് 2.13 തിയറം വേറൊരു തിയറം വരുന്നുണ്ട്. If A is non-zero and B in R are such that A into B equal to 1, then B equal to 1 by A. അതുപോലെ ബി പാർട്ട് പറഞ്ഞാൽ ഇഫ് എ ഇൻറ്റു ബി ഈക്വൽ ടു സീറോ ദെൻ എയ്തർ എ ഈക്വൽ ടു സീറോ ഓർ ബി ഈക്വൽ ടു സീറോ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് തിയറം പറയുന്നത് എന്നൊന്ന് മനസ്സിലാക്കുക ആദ്യം. ഇഫ് എ നോട്ട് ഈക്വൽ ടു സീറോ ആൻഡ് ബി ഇൻ ആർ സച്ച് ദാറ്റ് എ ഇൻറ്റു ബി ഈക്വൽ ടു 1 ദെൻ ബി ഈക്വൽ ടു 1 ബൈ എ. അപ്പോൾ തിയറം പറയുന്നത് എന്താ? നമുക്കറിയാം എ ഇൻറ്റു ബി 1 ആണെങ്കിൽ ബി ഈക്വൽ ടു 1 ബൈ അതൊക്കെ നമുക്കറിയുന്ന കാര്യം തന്നെ. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? എ ഇൻറ്റു ബി 1 ആകുന്ന എ ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു 1 എന്ന ഇക്വേഷന്, ആ ഇക്വേഷൻ ഒരു സൊല്യൂഷൻ നമുക്കറിയാം. അതേതാ? ബി ഈക്വൽ ടു എന്താ? ബിക്ക് എന്ത് വില കൊടുത്താൽ മതി? 1 ബൈ എ കൊടുത്താൽ മതി. എയുടെ റെസിപ്രോക്കലായ 1 ബൈ എ കൊടുത്താൽ 1 കിട്ടുന്നത് നമുക്കറിയാം. ഇവിടെ പറയുന്നത് അത് മാത്രമാണ് സൊല്യൂഷൻ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ദെൻ ബി ഈക്വൽ ടു 1 ബൈ എ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബി ഷുഡ് ബി 1 ബൈ എ എന്നാണ് പറഞ്ഞത്. ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ പറയാം, എ ഇംപ്ലൈസ് ബി ആണെങ്കിൽ നോട്ട് ബി ഇംപ്ലൈസ് നോട്ട് എ. ഇങ്ങനെ ഇവിടെ ഇതില്ലെങ്കിൽ ബി നോട്ട് ഈക്വൽ ടു 1 ബൈ എ ആണെങ്കിൽ ബി 1 ബൈ എ അല്ലെങ്കിൽ ബി 1 ബൈ എ അല്ലെങ്കിൽ എ ഇൻറ്റു ബി 1 ആകില്ല. എ ഇൻറ്റു ബി 1 ആവില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ എ 5 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ബി ആയിട്ട് ആര് മാത്രമേ പറ്റുള്ളൂ? 1/5 മാത്രമേ പറ്റുള്ളൂ. 5 ഇൻറ്റു 1/5 മാത്രമാണ് 1. അല്ലാതെ 5നെ വേറെ ഒരു റിയൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും നിങ്ങൾക്ക് 1 കിട്ടൂല എന്നർത്ഥം. അതേപോലെ -√2 ആണെങ്കിൽ അതിന് ബി ആയിട്ട് ആര് തന്നെ വരണം? 1/-√2 തന്നെ വരണം എന്നാണ് പറയുന്നത്. അതാണ് തിയറം പറഞ്ഞത്. അപ്പോൾ ഈ റെസിപ്രോക്കലിൻ്റെ യുണീക്നെസ് ആണ് ഈ എ പറയുന്നത്. റെസിപ്രോക്കൽ ആയിട്ട് ഒരു സംഖ്യയുടെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഒന്നേ ഉണ്ടാവുള്ളൂ, യുണീക്കേ ഉണ്ടാവുള്ളൂ. 5ന് 1/5 മാത്രമേ ഉണ്ടാവുള്ളൂ. 1/5ന് 1/1/5 ആയ 5 ഉണ്ടാവുള്ളൂ. √2ന് 1/√2 ഉണ്ടാവുള്ളൂ. -√2ന് -1/√2 ഉണ്ടാവുള്ളൂ. അങ്ങനെ രണ്ടാമത് പറയുന്നത് എ ഇൻറ്റു ബി 0 ആണെങ്കിൽ ഒന്നുകിൽ എ 0 ആവണം അല്ലെങ്കിൽ ബി 0 ആവണം. നമുക്കറിയുന്ന കാര്യമാണിത്. എ ഇൻറ്റു ബി 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒന്നുകിൽ എയോ അല്ലെങ്കിൽ ബിയോ 0 ആവണം. നമുക്കറിയുന്നതാണ്. ഇതിന് ഈ പ്രോപ്പർട്ടിനെ പറയുന്ന പേരാണ് നോൺ സീറോ ഡിവൈസർ ഉണ്ടാവുക. ഓക്കെ, ഈ ആറിൽ എന്തില്ല? സീറോ ഡിവൈസർ ഇല്ല. ഓക്കെ, സീറോ ഡിവൈസർ എന്നാൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ എ ഇൻറ്റു ബി ഈക്വൽ ടു 0 ആകുമ്പോൾ ബിയോ 0 അല്ലെങ്കിൽ എയോ ബിയോ 0 അല്ലാതെ എ ഇൻറ്റു ബി 0 ആയാൽ അതിനെ പറയുന്ന പേരാണ് സീറോ ഡിവൈസർ എന്ന് പറയും. അപ്പോൾ ഇവിടെ സീറോ ഡിവൈസർ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനിടെ നോക്ക്, ഇത് എവിടെയാണിത്, എപ്പോഴാണിത് ഇങ്ങനൊരു പ്രസക്തി വരിക? നമുക്കറിയാം മെട്രിക്സുകളുടെ കേസിൽ മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, ഇതിപ്പോൾ യൂഷ്വൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് ആറിൽ. അതിൽ ആറിൻ്റെ യൂഷ്വൽ മൾട്ടിപ്ലിക്കേഷനിൽ സീറോ ഡിവൈസർ ഇല്ല എന്നാണ് അവിടെ പറയുന്നത്. നമുക്ക് മെട്രിക്സ് സെറ്റ് ഓഫ് ഓൾ മെട്രിക്സസ് എടുത്തിട്ട് അതിലെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എടുത്ത് നമുക്കറിയാം 2/2 മെട്രിസസ്. 2 നോൺ സീറോ മെട്രിസസ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് സീറോ മെട്രിക്സ് ഉണ്ടാക്കാം. ഇപ്പോൾ 1 0 0 0 എന്ന് പറഞ്ഞിട്ട് 2/2 മെട്രിക്സും 0 0 0 1 എന്നൊരു 2/2 മെട്രിക്സും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് 0 0 0 0 എന്ന് പറഞ്ഞിട്ട് ഒരു സീറോ മെട്രിക്സാണ് കിട്ടുക. അപ്പോൾ 2 നോൺ സീറോ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്ത് സീറോ മെട്രിക്സ് കിട്ടും. അപ്പോൾ ആ ഓരോ മെട്രിക്സിന് പറഞ്ഞ പേരാണ് സീറോ ഡിവൈസർ എന്ന്. പക്ഷേ റിയൽ നമ്പേഴ്സിൽ അങ്ങനെയല്ല. 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്തൊരു 0 കിട്ടണമെങ്കിൽ ഒന്നുകിൽ എ 0 ആണോ അല്ലെങ്കിൽ ബി 0 ആണോ, അല്ലെങ്കിൽ രണ്ടാളും കൂടി 0 ആണോ. മാത്സിലെ ഓർ എന്ന് പറഞ്ഞാൽ എയ്തർ എ അല്ലെങ്കിൽ ബി ഓർ ബോത്ത് എന്നാണ് അർത്ഥം. ഇത് രണ്ടും കൂടി നടക്കുക. 0യും എയും ബിയും 0 ആയാലും എ ഇൻറ്റു ബി എന്ത് തന്നെയാണ്? 0 ആണ്. അല്ലെങ്കിൽ ഏതോ ഒരാൾ 0 ആയാലും 0 ആണ്. അപ്പോൾ ഇത് രണ്ടാണ് തിയറം പറയുന്നത്. ഇവിടെ ആർ അണ്ടർ മൾട്ടിപ്ലിക്കേഷനിൽ സീറോ ഡിവൈസർ ഇല്ല. അതുപോലെ ഇവിടെ പറഞ്ഞ റെസിപ്രോക്കൽ യുണീക്ക് ആണ് എന്നാണ് പറയുന്നത് തിയറം. എങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കുക? പ്രൂഫ് വളരെ സിമ്പിളാണ്. നിങ്ങൾ തന്നെ അവിടെ പോസ് ചെയ്തിട്ട് നേരത്തെ മുകളിലുള്ള ഭാഗം തന്നെ ഒന്നുകൂടി പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇവിടെ തന്നെ വെച്ചിട്ട് നിങ്ങൾ പ്രൂവ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇവിടെ നമുക്കറിയാം എ ഇൻറ്റു ബി ഈക്വൽ ടു 1 ഗിവൺ കണ്ടീഷനാണ്. ബി ഈക്വൽ ടു 1 ബൈ എന്നാ പ്രൂവ് ചെയ്യണം. അപ്പോൾ ബി ഈക്വൽ ടു എന്ന് തുടങ്ങുക. ബി ഈക്വൽ ടു എന്തെന്ന് എഴുതുക? 1 ഇൻറ്റു ബി എന്ന് എഴുതുക. 1 ഇൻറ്റു ബീനെ നമ്മൾ എ നോൺ സീറോ ആയതുകൊണ്ട് എക്ക് റെസിപ്രോക്കൽ എക്സിസ്റ്റ് ചെയ്യും ബൈ M4.
അപ്പോൾ 1/a ഇൻറ്റു എ എന്ന് എഴുതുക. അപ്പോൾ ബീനെ 1 ഇൻറ്റു ബി എന്ന് എഴുതുന്നത് M3 ഉപയോഗിച്ചിട്ടാണ്. M3 ഉപയോഗിച്ചിട്ട് 1 ഇൻറ്റു ബി എന്ന് എഴുതുക. പിന്നെ ആ 1നെ 1/a ഇൻറ്റു എ എന്ന് M4 ഉപയോഗിച്ചിട്ട് എഴുതുക. 1/a ഇൻറ്റു എ ഇൻറ്റു ബി എന്ന് എഴുതുക. എന്നിട്ട് അസോസിയേറ്റഡ് ഉപയോഗിക്കുക M2 ആയ അസോസിയേറ്റഡ് ഉപയോഗിച്ചിട്ട് 1/a ഇൻറ്റു എ ഇൻറ്റു 1 എന്നൊക്കെ എഴുതുക. അങ്ങനെ ഇതിനെ എഴുതിയാൽ നോക്കുക. ഇവിടെ ബീനെ 1 ഇൻറ്റു ബി എന്ന് എഴുതി, 1/a ഇൻറ്റു എ ഇൻറ്റു ബി എന്ന് എഴുതി, 1/a പുറത്തെടുത്ത് എ ഇൻറ്റു ബി എന്ന് എഴുതി, എ ഇൻറ്റു ബി 1 ആണ്. അപ്പോൾ 1/a ഇൻറ്റു 1 നിന്ന് 1/a ഇൻറ്റു 1 അഗെയിൻ M3 ഉപയോഗിച്ചിട്ട് 1/a എന്ന് വരും. സോ ബി ഈക്വൽ ടു 1/a. ഇത്രേ ഉള്ളൂ. പ്രൂഫ് വളരെ സിമ്പിളാണ്. അതുപോലെ ഇത് എ ഇൻറ്റു ബി 0 ആണെങ്കിൽ എ ഈക്വൽ ടു 0 അല്ലെങ്കിൽ ബി ഈക്വൽ ടു 0. ഇവിടെ നമുക്ക് വിത്തൗട്ട് ലോസ് ഓഫ് ജനറാലിറ്റി നമുക്ക് എന്തെടുക്കുക? എ നോൺ സീറോ എന്ന് എടുക്കുക. കാരണം എ 0 ആണെന്ന് വിചാരിക്കുക. സപ്പോസ് എ ഈസ് 0. എ 0 ആയാൽ പ്രൂഫ് ഈസ് ഓവർ, വി ആർ ഡൺ. കാരണം എന്താ? എ ഇൻറ്റു ബി 0 ആണ്. നമുക്ക് തെളിയിക്കേണ്ടത് ഒന്നുകിൽ എ 0 അല്ലെങ്കിൽ ബി 0 അല്ലെങ്കിൽ രണ്ടാളും കൂടി 0 എന്നാണ് തെളിയിക്കേണ്ടത്. അതിൽ എ 0 എന്ന് കിട്ടിയാൽ ഓക്കെ ആയില്ലേ? തിയറം പ്രൂഫായി. എ ഈക്വൽ ടു 0 എന്ന് കിട്ടിയ തിയറത്തിന് പ്രൂഫായി. അപ്പം എ 0 ആണെന്ന് കിട്ടിയാൽ തിയറം ഓക്കെ ആയി. അപ്പം എ 0 അല്ല എന്ന് വിചാരിക്കുക. എ 0 അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് തെളിയിക്കണം? ബി നിർബന്ധമായിട്ടും 0 ആണെന്ന് തെളിയിക്കണം. കാരണം എ 0 അല്ലെങ്കിൽ പിന്നെ ഒരാളെങ്കിലും 0 വേണ്ടേ? അപ്പോൾ ബി 0 ആണെന്ന് നിർബന്ധമായിട്ടും തെളിയിക്കണം. അപ്പോൾ വിതൗട്ട് ലോസ് ഓഫ് ജനറാലിറ്റി അല്ലെങ്കിൽ ഇറ്റ് സഫിഷ്യസ് ടു അസ്യൂം ദാറ്റ് എ നോട്ട് ഈക്വൽ ടു 0. എ 0 അല്ല എന്ന് വിചാരിക്കുക. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ബി 0 എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? ഇവിടെ നമ്മൾ ഇങ്ങനെ 2 സ്റ്റെപ്പായിട്ടാണ് ചെയ്തത്. അതിനേക്കാൾ എളുപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പം ഈ പ്രൂഫിനേക്കാൾ എളുപ്പം നിങ്ങൾക്ക് ഇത്ര ചെയ്യാനുള്ളൂ. എ ഇൻറ്റു ബി 0 എന്നുള്ളതിന് 2 സൈഡിലും 1/a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1/a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ട്. കാരണം എ നോൺ സീറോ ആണ്. എ നോൺ സീറോ ആയതുകൊണ്ട് 1/a എക്സിസ്റ്റ് ചെയ്യും ബൈ M4. അപ്പോൾ ഓരോന്ന് റീസൺ അവിടെ കൊടുക്കണം. ബൈ M4 1/a എക്സിസ്റ്റ്. എന്നിട്ട് 1/a 2 സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 2 സൈഡിലും 1/a മൾട്ടിപ്ലൈ ചെയ്യുക. 1/a ഇൻറ്റു എ ഡോട്ട് എ ഇൻറ്റു ബി ഈക്വൽ ടു 1/a ഇൻറ്റു 0 എന്ന് വരും. എന്നിട്ട് അസോസിയേറ്റഡ് ഉപയോഗിക്കുക M2. 1/a ഇൻറ്റു എ ഇൻറ്റു ബി ഈക്വൽ ടു 0 ഇൻറ്റു 1/a. നേരത്തെ 1/a ഇൻറ്റു 0 എന്തായി പോയിട്ടുണ്ടാവും? 0 ആയിട്ടുണ്ടാവും. പിന്നെ ഇവിടെ അസോസിയേറ്റഡ് ഉപയോഗിച്ച 1/a ഇൻറ്റു എ ഇൻറ്റു ബി 1 ഇൻറ്റു ബി ഈക്വൽ ടു 0 എന്ന് കിട്ടും. അടുത്ത സ്റ്റെപ്പിൽ 1 ഇൻറ്റു ബി ഈക്വൽ ടു 0. ദാറ്റ് ഈസ് 1 ഇൻറ്റു ബി പറഞ്ഞാൽ ബി ആണ്. ബി ഈക്വൽ ടു 0 എന്ന് കിട്ടും. വളരെ സിമ്പിളാണ് ആ പ്രൂഫ്. ബി ഈക്വൽ ടു 0 എന്ന് കിട്ടും. അങ്ങനെ പ്രൂവ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. അതേപോലെ റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പർ നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇറാഷണൽ നമ്പറും റാഷണൽ നമ്പറും എന്താണെന്ന്. റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ ദ സെറ്റ് ഓഫ് ഓൾ പി ബൈ ക്യൂ സച്ച് ദാറ്റ് P and Q are integers and Q not equal to 0. Set of all P by Q such that P and Q are integers and Q not equal to 0. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം. സെറ്റ് ഓഫ് ഓൾ P by Q where P is an integer, Q is a natural number. അങ്ങനെയും പറയാം. P ഇൻറ്റിജർ ആണ്, Q നാച്ചുറൽ നമ്പർ ആണ്. അപ്പോൾ ഒരിക്കലും Q ഒരിക്കലും എന്താവില്ല, 0 വരില്ല നാച്ചുറൽ നമ്പർ ആകുമ്പോൾ. അപ്പോൾ നമുക്ക് -2/3 അല്ലെങ്കിൽ 5/-4 നമുക്ക് എന്ത് എഴുതാം? 5/-4 -5/4 ആണ്. -5/4 ആകുമ്പോൾ അതിനെന്ത് ചെയ്യാം? -5 ഇൻറ്റിജറും 4 നാച്ചുറൽ നമ്പറും ആണ്. അങ്ങനെ ഏതൊരു റാഷണൽ നമ്പറിനെയും നമുക്ക് റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ P by Q ഫോമിൽ എഴുതാൻ പറ്റുന്നത് വേർ P and Q are integers. വെറും P by Q ഫോമിൽ എഴുതാൻ പറ്റിയാൽ പോരാ. അപ്പോൾ വെറും P by Q ഫോമിൽ എഴുതാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് √2/1 എന്നൊക്കെ എഴുതാം. √2 ഒക്കെ ഇതായി പോകും. പക്ഷെ അടുത്ത തിയർ അതാണ്. √2 എന്തല്ല, റാഷണൽ അല്ല എന്നുള്ളതാണ് അടുത്ത തിയറം. അപ്പോൾ √2/1 എന്ന് എഴുതിയാൽ പറ്റൂല. കാരണം ആ √2 ഒക്കെ എന്താവണം? ഇൻറ്റിജർ ആവണം. P by Q ഫോമിൽ എഴുതിയിട്ട് പിയും ക്യൂവും ഇൻറ്റിജർ ആവണം. P ഇൻറ്റിജറും Q നാച്ചുറൽ നമ്പറും ആവണം. അപ്പോൾ നമ്മൾ അടുത്ത ഇതാണ് there does not exist a rational number r such that r² equal to 2. ഇതിനെ വേറെ വിധത്തിൽ പറഞ്ഞാൽ r² equal to 2 എന്ന് പറഞ്ഞാൽ r equal to √2 എന്നാണ് അർത്ഥം. √2 ഈസ് നോട്ട് എ റാഷണൽ നമ്പർ എന്നാണ് ഇതിൻ്റെ വേറെ. ഓക്കെ, √2 ഈസ് നോട്ട് എ റാഷണൽ നമ്പർ. ഓക്കെ, ഒരു സംഖ്യയുടെയും സ്ക്വയർ 2 അല്ല. ഒരു റാഷണൽ സംഖ്യയുടെയും സ്ക്വയർ 2 അല്ല. അപ്പോൾ ഇറാഷണൽ നമ്പറിൻ്റെ സ്ക്വയർ ആണ് 2 എന്നർത്ഥം. ഇറാഷണൽ നമ്പറിൻ്റെ സ്ക്വയർ ആണ് 2. ഇറാഷണൽ നമ്പറിൻ്റെ സ്ക്വയർ നമുക്കറിയാം. സ്ക്വയർ 2 ആവുന്ന ഒരു നമ്പർ ഉണ്ട്. അതാരാ? +or-√2 ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ അതെന്തല്ല, റാഷണൽ അല്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എങ്ങനെ പ്രൂഫ് നോക്കുന്നത്? നിങ്ങൾ 9th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ പഠിച്ചതാണ് ഈ പ്രൂഫ്. ഒന്നും കൂടി ഒന്ന് നോക്ക്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ ചെയ്യുക, എന്നിട്ട് മാത്രം ഇവിടേക്ക് നോക്കുക. സ്വന്തമായിട്ടൊന്ന് പരമാവധി ചെയ്തു നോക്കുക. 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചതാണല്ലോ.
അപ്പോൾ നോക്ക് ഇതിന്റെ പ്രൂഫ് വളരെ ഈസിയാണ്. സപ്പോസ് ഓൺ ദ കോൺട്രറി ദാറ്റ് പി ആൻഡ് ക്യൂ ആർ ഇൻഡിജേഴ്സ് സച്ച് ദാറ്റ് പി ബൈ ക്യൂ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2. ഓക്കെ, അങ്ങനെ ഒരു റാഷണൽ നമ്പർ ഉണ്ട് എന്ന് വിചാരിക്കുക. ആർ സ്ക്വയർ ഈക്വൽ ടു 2 ആവുന്ന വിധത്തിൽ ഒരു ആർ ഈക്വൽ ടു പി ബൈ ക്യൂ ഉണ്ട് എന്ന് വിചാരിക്കുക. പിയും ക്യൂവും ഇൻഡിജർ ആണ്. ആർ ഈക്വൽ ടു പി ബൈ ക്യൂ ഉണ്ട്. എന്നിട്ട് പി ബൈ ക്യൂ ഹോൾ സ്ക്വയർ എന്താ 2 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ പി ബൈ ക്യൂ ഹോൾ സ്ക്വയർ 2 ആണ്. ഇപ്പോൾ √2 പി ബൈ ക്യൂ എന്ന് എഴുതാൻ പറ്റിയെന്ന് വിചാരിക്കുക. അതാണ് ഇതിൻ്റെ അർത്ഥം. പി ബൈ ക്യൂ ഫോമിൽ എഴുതിയിട്ട് പിയും ക്യൂ ഇൻഡിജർ ആയ രണ്ട് ഇൻഡിജറിൻ്റെ റേഷ്യോ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 2 എന്ന് എഴുതാൻ പറ്റിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഓൾസോ അസ്യൂം ദാറ്റ് ഏതൊരു പി ബൈ ക്യൂനെയും നമുക്ക് എന്ത് ചെയ്യാം, മിനിമം ഫോമിൽ എഴുതാം. അപ്പോൾ 10/15 ആണെങ്കിൽ നമുക്ക് അതിന് എന്തെന്ന് എഴുതാം, 5 കൊണ്ട് ക്യാൻസൽ ചെയ്തിട്ട് 2/3 എന്ന് എഴുതാം. അതേപോലെ 60/15 ആണെങ്കിൽ 6/5 എന്ന് എഴുതാം. അങ്ങനെ ഏതൊരു റാഷണൽ നമ്പറിനെയും നമുക്ക് അതിനെ ലീസ്റ്റ് ഫോമിൽ എഴുതാൻ പറ്റും. കോമൺ ഫാക്ടർ 1 ആകത്തക്ക വിധത്തിൽ ഏറ്റവും സിമ്പിളാക്കി ചുരുക്കാം. ഓക്കെ, ഏറ്റവും ചെറുതാക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ we may assume that p and q are positive and have no common integer factor other than 1. ഇതിന് രണ്ടിനും കൂടി എന്തില്ല, 1 ആണ് ഇതിന്റെ കോമൺ ഫാക്ടർ എന്നാക്കി. അതിനെ ലീസ്റ്റ് ഫോമിൽ എഴുതി 1 ആണ് കോമൺ ഫാക്ടർ എന്ന് എഴുതി. ഇതിന് രണ്ടിലും പിയിലും ക്യൂവിലും കൂടി പൊതുവായിട്ട് 1 പോകുന്നുള്ളൂ എന്നും എഴുതി. ആ രീതിയിൽ ഇതിനെ എഴുതി പി ബൈ ക്യൂ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 10/15 ആണെങ്കിൽ അതിനെ മിനിമം എന്തിലേക്ക് എഴുതാം, അപ്പോൾ 5 കൊണ്ട് ഹരിച്ചിട്ട് 2/3 എന്ന് എഴുതാം. 2/3 കോമൺ ആയിട്ട് ആരാളുള്ളത്, 1 അല്ലേ ഉള്ളൂ. 2ലും 3ലും കൂടി പോകുന്ന പൊതുവായിട്ട് 1 ഉള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടും, പി സ്ക്വയർ ഈക്വൽ ടു ക്യൂ സ്ക്വയർ എന്ന് കിട്ടും. പി സ്ക്വയർ ബൈ ക്യൂ സ്ക്വയർ ഈക്വൽ ടു 2, പി സ്ക്വയർ ഈക്വൽ ടു 2 ക്യൂ സ്ക്വയർ എന്ന് കിട്ടും. പി സ്ക്വയർ ഈക്വൽ ടു 2 ക്യൂ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 2 ഇൻറ്റു ക്യൂ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ഒരു സംഖ്യ എന്ന് പറഞ്ഞാൽ അതൊരു ഈവൻ സംഖ്യയാണ്. പി സ്ക്വയർ ഈവനാണ്. അതിൻ്റെ അർത്ഥം പി സ്ക്വയർ ഈവൻ ആണെന്ന് കിട്ടി. പി സ്ക്വയർ ഈവൻ ആയാൽ പിയും ഈവൻ ആയിരിക്കും. ഒരു സംഖ്യയുടെ സ്ക്വയർ ഈവൻ ആണെങ്കിൽ ആ സംഖ്യ ഈവൻ ആയിരിക്കും. അതിനെന്താ പ്രൂഫ്, അല്ല എന്ന് വിചാരിക്കുക. പി ഈവൻ അല്ല എന്ന് വിചാരിക്കുക. കാരണം എന്താ, ബിക്കോസ് ഇഫ് പി ഈക്വൽ 2n-1 ഈസ് ഓഡ്, പി ഈവൻ അല്ല, ഓഡ് ആണെന്ന് വിചാരിക്കുക. ഓഡ് ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, ഒരു 2n-1 ഫോമിൽ എഴുതാം. ഓഡ് സംഖ്യനെ നമുക്ക് 2n-1 2n+1 എന്നൊക്കെ എഴുതാം. ഈവനെ 2n എന്നൊക്കെ എഴുതാം. അപ്പോൾ ഓഡ് ആണെങ്കിൽ അതിനെ 2n-1 എന്ന് എഴുതാം. സ്ക്വയർ ചെയ്താൽ 2n-1 ഹോൾ സ്ക്വയർ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുക, 4n സ്ക്വയർ മൈനസ് 4n പ്ലസ് 1 എന്ന് വരും. അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, 2 ഇൻറ്റു ദീസ് -1 എന്ന് എഴുതാം. ഈ 4n സ്ക്വയർ മൈനസ് 4n പ്ലസ് 1നെ ഇങ്ങനെ എഴുതാം. നിങ്ങൾക്ക് 2 ഇൻറ്റു 2n സ്ക്വയർ മൈനസ് 2n പ്ലസ് 1 -1 എന്ന് എഴുതാം പി സ്ക്വയറിനെ. അപ്പം എന്തായി, 2 ടൈംസ് ഒരു സംഖ്യ 2 r -1 ഫോമിലായി. ഇത് 2r സ്മോൾ r, 2 ഇൻറ്റു സ്മോൾ r -1 ഫോമിലായി. അപ്പോൾ അതെന്തായി, 2 ഇൻറ്റു സ്മോൾ r -1 ഫോമിലുള്ളവരൊക്കെ എന്താ, ഓടാണ്. 2n-1 ഫോമിലുള്ളവരൊക്കെ ഓടാണ്. 2r -1 ഫോമിലുള്ളവരൊക്കെ ഓടാണ്. 2q -1 ഫോമിലുള്ളവർ ഓടാണ്. സോ ഇത് ഓഡ് സംഖ്യയായി. പി സ്ക്വയർ എന്തായി പോകും, ഓടാവും. അപ്പോൾ പി ഓടായാൽ പി സ്ക്വയർ ഓടാവും. അപ്പോൾ അതിൻ്റെ അർത്ഥം പി സ്ക്വയർ ഈവൻ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം പിയും ഈവൻ ആണെന്നാണ്. പി സ്ക്വയർ ഈവൻ ആയതുകൊണ്ട് പി ഈവൻ ആണ്. പി ഈവൻ ആയിരുന്നില്ലെങ്കിൽ, പി ഈവൻ ആവാതെ പി ഓടായിരുന്നെങ്കിൽ പി സ്ക്വയറും ഓടാവണമായിരുന്നു. പി സ്ക്വയറും ഓടാവണമായിരുന്നു. പക്ഷെ ഇവിടെ പി സ്ക്വയർ ഈവൻ ആണല്ലോ, അതുകൊണ്ട് പി എന്താ, ഈവൻ ആണ്. പി ഈവൻ ആണെന്നാണ് തെളിവ്. ഓക്കെ, പി ഈവൻ ആണ്. അപ്പോൾ അതിനുള്ള തെളിവാണ് ഈ പറഞ്ഞത്. അപ്പോൾ പി സ്ക്വയർ ഈവൻ ആണ്, പിയും ഈവൻ ആണെന്ന് കിട്ടി. അതുകൊണ്ട് പി ഈവൻ ആയതുകൊണ്ട് ഇതിൽ കോമൺ ഫാക്ടർ ഇല്ല എന്നല്ലേ പറഞ്ഞത്, പി ഈവൻ ആണ്. ക്യൂവും കൂടി ഈവൻ ആയി പോയാൽ എന്താവും, കോമൺ ഫാക്ടർ 2 ഉണ്ടാവില്ലേ. പി ഈവൻ ആണ്. ഇപ്പോൾ ഒരു 10 ആണെന്ന് വിചാരിക്കുക, ക്യൂവും ഈവൻ ആണ്, ഒരു 6 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ കോമൺ ഫാക്ടർ 2 വരും. അപ്പോൾ ഇതിനൊരു കോൺട്രഡിക്ഷൻ വരും. നമ്മൾ അസംഷൻ എന്താ, കോമൺ ഫാക്ടർ ഇല്ല എന്നുള്ളതാണ്. കോമൺ ഫാക്ടർ 1 അല്ലാതെ ഒരു കോമൺ ഫാക്ടർ ഇല്ല എന്നുള്ളതാണ് നമ്മൾ അസംഷൻ. അതുകൊണ്ട് പി ഈവൻ ആയതുകൊണ്ട് ക്യൂ പിന്നെ ഒരിക്കലും ഈവൻ ആവാൻ പാടില്ല. ക്യൂ ഈവൻ ആയാൽ നമ്മളെ അസംഷന് ഒരു കോൺട്രഡിക്ഷൻ വരും. അപ്പോൾ ക്യൂ ഓടായിരിക്കണം. Therefore P and Q don't have since P and Q don't have 2 as common factor, then Q must be an odd number. Q ഓടായിരിക്കൽ നിർബന്ധമാണ്. കാരണം P ഈവൻ ആയതുകൊണ്ട് ക്യൂവും കൂടി ഈവൻ ആയാൽ കോമൺ ഫാക്ടർ വരും. അപ്പോൾ Q ഓടാവൽ നിർബന്ധമാണ്.
അങ്ങനെയാണെങ്കിൽ നോക്ക് പി ഈവൻ ആയതുകൊണ്ട് നമുക്ക് പീന് എന്തെന്ന് എഴുതാം 2 ടൈംസ് എം എന്ന് എഴുതാം. ഏതൊരു ഈവൻ സംഖ്യനെയും നമുക്ക് 2m 2s 2k എന്നൊക്കെ എഴുതാം. അപ്പോൾ 2m ഫോർ സം നാച്ചുറൽ നമ്പർ m എന്ന് എഴുതാം. ഒരു നാച്ചുറൽ നമ്പർ എമ്മിന് 2m എന്ന് എഴുതാം. അപ്പോൾ പി 100 ആണെങ്കിൽ 2 × 15 എന്ന് എഴുതാം. പി 26 ആണെങ്കിൽ 2 × 13 എന്ന് എഴുതാം. അങ്ങനെ ഏതൊരു ഈവൻ നമ്പറിനെയും p = 2m എന്ന് എഴുതാം. ഏതൊരു നമ്പറിനെയും 2m എന്ന് എഴുതാം. അപ്പോൾ പീനെ 2m എന്ന് എഴുതി. എന്നിട്ട് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഏത് p² = 2q² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ p² എന്താ വരിക 2m² 4m² = 2q². ഈ 2ഉം ഈ 4 ഒക്കെ ക്യാൻസൽ ചെയ്താൽ q² = 2m² എന്ന് കിട്ടും. q² = 2m². അഗെയിൻ q² = 2m² എന്ന് പറഞ്ഞാൽ q² 2ന്റെ മൾട്ടിപ്പിൾ ആണ്. അതിനകത്ത് q² ഈവൻ എന്ന് കിട്ടി. q² ഈവൻ എന്ന് കിട്ടി. ഇപ്പം നമുക്ക് നേരത്തെ കിട്ടി q ഓഡ് ആയിരിക്കണം എന്ന്, ഇപ്പം കിട്ടി q ഈവൻ ആയിരിക്കണം എന്ന്. രണ്ടും കൂടി നടക്കുമോ? q ഓഡും ആവണം q ഈവനും ആവണം എന്ന് പറഞ്ഞാൽ നടക്കുമല്ലോ. It follows the argument in the preceding paragraph that q is an even natural number. Since the hypothesis that p/q² = 2 leads to the contradictory conclusion that q is both even and odd, it must be false. So നമ്മൾ അസംഷനായ p/q² = 2 എന്നുള്ളത് എന്തിലേക്ക് എത്തുന്നു? ഒരു കോൺട്രഡിക്ഷനിലേക്ക് എത്തുന്നു. q ഓടും ആവണം q ഈവനും ആവണം എന്നുള്ള ഒരു കോൺട്രഡിക്ഷനിലേക്ക് എത്തുന്നു. അതുകൊണ്ട് നമ്മൾ അസംഷൻ ഫാൾസ് ആണ്. അസംഷൻ എന്ന് പറഞ്ഞാൽ എന്താ? p/q² = p q ഇൻഡിജർ ആയിക്കൊണ്ട് p/q² = 2 കിട്ടുന്നു എന്നുള്ള ഈ അസംഷൻ, ഈ ഫസ്റ്റ് ലൈനിലുള്ള അസംഷൻ തെറ്റാണ്. അതിൻ്റെ അർത്ഥം നമുക്ക് p/q ഫോമിൽ എഴുതാൻ പറ്റില്ല. p/q² = 2 എന്ന് എഴുതാൻ പറ്റില്ല. സോ there does not exist a rational number r such that r² = 2. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ നന്നാക്കി നോട്ടിലേക്ക് നല്ല രീതിയിൽ നോട്ട് എഴുതുന്ന രീതിയിൽ എഴുതരുത്. ടെക്സ്റ്റിലുള്ള പോലെ നേരെ വരച്ച് അങ്ങനെ എഴുതരുത്. മാറ്റി നന്നാക്കി എഴുതുക.